പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ പഠിക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിലെ ഫാമിലിയെക്കുറിച്ചുള്ള, കുടുംബത്തെക്കുറിച്ചുള്ള വേദപുസ്തകപരമായ അണ്ടർസ്റ്റാൻഡിങ്, ദി ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഫാമിലി, ആ ഒരു വിഷയത്തിലേക്ക് മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. വിശാലമായി മറ്റ് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒത്തിരി പുസ്തകങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം വേദപുസ്തകം എന്താണ് ഫാമിലിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, അത് പഠിക്കാനായിട്ടുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ വാസ്തവത്തിലൂടെ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ സെക്യുലറായിട്ട് ഈ കാര്യങ്ങളെ പഠിക്കാനായിട്ട് നമുക്ക് പറ്റുമായിരിക്കും. പക്ഷെ അതിലുപരിയായിട്ട് ഈ ഒരു ബൈബിൾ ബേസ്ഡ് ആയിട്ട് ഫാമിലിയെക്കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ ഏകദേശം ഒരു 12 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫാമിലി സെമിനാർസ് എടുക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ദൈവം എനിക്ക് തന്നൊരു ബേർഡനാണ്. ഞങ്ങൾ 10th വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത്, എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്, 10th വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞു, വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നമുക്ക് തന്നല്ലോ കർത്താവ്, അതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് ദൈവം എൻ്റെ മനസ്സിൽ അതേപോലുള്ളൊരു ബ്ലെസ്സഡ്നെസ് അനുഭവിക്കാൻ കഴിയാത്ത ഒത്തിരി ഫാമിലീസ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അങ്ങ് അമേരിക്കയിലൊക്കെ നടക്കും, നമ്മുടെ നാട്ടിലൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയിലും ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ബ്രോക്കണായിട്ട് പോകുന്ന ഒരു വലിയൊരു സാഹചര്യമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അതൊക്കെ ജാതികളുടെ ഇടയിലാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു അതൊക്കെ സമുദായക്കാരുടെ ഇടയ്ക്കാണ്. പക്ഷേ ഇപ്പം വന്ന് എന്താണ് വിശ്വാസികളുടെ ഇടയ്ക്കും ഫാമിലി ബ്രേക്കപ്സ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായ ഒരു സാഹചര്യത്തിൽ ഇതിനൊരു ദൈവികമായ അടിത്തറ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഫാമിലി സെമിനാറിന് വേണ്ടി കർത്താവ് എനിക്കൊരു വലിയൊരു ബേർഡൻ തന്നത്. എന്തുകൊണ്ടാണ് ഫാമിലി ബ്രേക്കപ്സ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വിശ്വാസി ആയതുകൊണ്ട് മാത്രം അവരുടെ കുടുംബം വേദപുസ്തക അടിസ്ഥാനത്തിലോ ദൈവകേന്ദ്രീകൃതമോ ആയിരിക്കണോ നിർബന്ധമില്ല. നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ നമ്മളൊരു വിശ്വാസി ആയതുകൊണ്ട്, നമ്മൾ സഭയിൽ പോകുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായെന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്നത്, എ ക്രിസ്ത്യൻ ഇസ് എ പേഴ്സൺ ഹു ഹാസ് ക്രൈസ്റ്റ് ഇൻ, ക്രിസ്തു ഉള്ളിലുള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ കൈപൊക്കി എൻ്റെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു പറയുന്നതല്ലേ ഉദ്ദേശിച്ചത്. ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ക്രിസ്ത്യൻ. പക്ഷെ ഇന്ന് നമുക്ക് പലപ്പോഴും ഉള്ളത് ക്രിസ്ത്യൻസ് അല്ല, ചർച്ചിയൻസ് ആണ്. കാര്യം ചർച്ചാണ്, അല്ലെങ്കിൽ ചർച്ച എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ദൈവസഭയുടെ ആ മാർമികമായ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. നോർമലി വാട്ട് ഹാപ്പൻസ്, വി ആർ ഹാപ്പി ബിക്കോസ് വി ഗോ ടു എ ചർച്ച്. നമ്മളൊരു സഭയിൽ പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ സംതൃപ്തരാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പല സമയത്തും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. ദൈവം പ്രവർത്തിക്കത്തില്ലെന്നല്ല, ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഓൾമോസ്റ്റ് വിശ്വാസികളുടെ വിവാഹങ്ങളിലെല്ലാം ആശംസാഗീതമായിട്ട് നമ്മൾ പാടുന്ന സങ്കീർത്തനമാണ് 127 സങ്കീർത്തനം. അവിടെ പറയുന്ന 1ാമത്തെ വാക്ക് യഹോവ ഭവനം, വീടെന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ കുറച്ചൊരു കറക്റ്റായിട്ടുള്ള വാക്ക് യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഇവിടെ ഭവനം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കെട്ടിടമാണ്. ഒരു കെട്ടിടം പണിയാൻ നമുക്ക് സിമെന്റും ബ്രിക്സും ഒക്കെ മതി. പക്ഷെ ഒരു ഭവനം എന്ന് പറയുന്നത് ആളുകളെ കൊണ്ടാണ് പണിയുന്നത്. ആ ഭവനം പണിയുന്നത് യഹോവയാണെങ്കിൽ അവരുടെ അധ്വാനം വൃഥാവിലല്ല. എന്നാൽ യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ അവർ പണിയുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ വളരെ ആത്മാർത്ഥതയോടുകൂടെ കർത്താവിന് കാര്യങ്ങൾ ഫലമേൽപ്പിച്ച് വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ കാണും. ഒത്തിരി പ്രാർത്ഥിച്ചൊക്കെ വിവാഹബന്ധത്തിൽ പ്രവേശിച്ച ആളുകൾ കാണും. ദാറ്റ്സ് ഗുഡ്. എന്നാൽ ഭവനത്തിന്റെ പ്രത്യേകത അത് സിമെന്റും ബ്രിക്സും വെച്ചല്ല പണിയുന്നത്. അതായത് നിങ്ങൾ ഫിക്സ് ആയിട്ടിരുന്നേനെ. ഈ കെട്ടിടം പണിത മേസ്ത്രി ആരാ, ഈ കെട്ടിടം പണിത എഞ്ചിനീയർ ആരാ നമുക്ക് അറിയത്തോലുമില്ല. അയാൾ എല്ലാ ദിവസവും താമസിക്കുന്നൊന്നുമില്ല, താമസിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു? സിമെന്റും ബ്രിക്സും ഒക്കെ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ല. പക്ഷെ ഭവനം എന്ന് പറയുന്നതല്ല. അവിടെ ആളുകൾ അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലനം ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂട്ടിമുട്ടലുണ്ടാകും. അതുകൊണ്ട് ഭവനം പണിയാൻ ഒരിക്കൽ ദൈവം വന്നാൽ പോരാ, ഭവനം പണിയാൻ എന്നും ദൈവം വേണം. അങ്ങനെ ഭവനം പണിയാനായിട്ട് ദൈവത്തെ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ ആ ഭവനം ഒരിക്കലും തകർന്നു പോകത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഭവനം പണിത
മേസ്രി ആരാണ്? ആ ദൈവത്തെ നമ്മൾ കൂടെ കൊണ്ട് നടന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് unless the Lord builds the house, those who build it, they build it in vain. അവരത് അധ്വാനിക്കുന്നത് അല്ലെങ്കിൽ പണിയുന്നത് വൃഥാവിലായി പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. ദൈവം ഭവനം പണിയാനായിട്ട്, നമ്മുടെ വീട് പണിയാനായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ ഭവനം പണിയാൻ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഒരു ഫാമിലി സെമിനാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വലിയ, നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ചിന്ത ഈ ഫാമിലി സെമിനാർ എന്ന് പറയുന്നത് കുടുംബം തകർന്നവർക്ക് വേണ്ടിയുള്ള ഒരു സെമിനാറാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഒരു ഫാമിലി സെമിനാർ വരാൻ പറയും, അയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതൊക്കെ വലിയ പ്രശ്നമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ സെമിനാർ എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ചിന്ത. എന്നാൽ ഒരു ഫാമിലി സെമിനാർ എന്ന് പറയുന്നത് കുടുംബം തകർന്നവർക്ക് വേണ്ടിയുള്ളതല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇത് വാസ്തവത്തിൽ കുടുംബം തകർന്നവർക്ക് വേണ്ടി ഒരു സെമിനാർ നടത്തേണ്ട കാര്യമില്ല. അവർക്ക് നമ്മൾ ഈ കോഷൻ ബോർഡ്സ് ഉണ്ടല്ലോ, മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നത് എപ്പോഴാണ്? ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതിന് മുമ്പാണ്. നിങ്ങൾ സൂക്ഷിക്കണം, അപകടമുണ്ട് എന്നുള്ള ബോർഡ്, അപകടം അല്ലെങ്കിൽ ആ വളവ് കഴിഞ്ഞിട്ട് പിന്നെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരർത്ഥമില്ല. അപ്പോൾ ആദ്യം തന്നെയാണ് ഇത് വെക്കേണ്ടത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് മുന്നറിയിപ്പിനായി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി സെമിനാർ, ഒരു കോഷൻ ബോർഡ് എന്ന നിലയിൽ നമ്മൾ കാണണം. വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ട് ആ വണ്ടി ഇടിച്ചു കിടക്കുന്നിടത്ത് കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും അർത്ഥമൊന്നുമില്ല. വണ്ടി ഇടിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടോ ചെയ്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയുള്ളൂ മാർഗം, അല്ലാതെ അവിടെ പിന്നെ സെമിനാർ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ സെമിനാർ നമ്മൾ നടത്തുന്നത് തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയല്ല, കുടുംബം തകരാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്തി ആയിട്ട് പോകുന്ന കുടുംബങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ആരും തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സെമിനാർ ആയതുകൊണ്ട് വരാതിരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ഒരു സെമിനാർ അല്ല ഇത്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നൊക്കെ പറയുന്നത് എപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിലും നമ്മൾ മിക്കപ്പോഴും ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പ്രാവശ്യം എൻ്റെ ബൈക്കും കൊണ്ട് പോയി, ഇപ്പോഴല്ല ഒത്തിരി വർഷം മുമ്പാ, 10 വർഷം മുമ്പാ, എന്നിട്ട് മുഖമെല്ലാം കൂടെ ചോരയെല്ലാം ഒലിച്ച്, കയ്യുമെല്ലാം കീറി, ദേഹമെല്ലാം തകർന്ന്, എന്താ വീട്ടിലോട്ട് ഏതായാലും ഒടിവൊന്നും ഉണ്ടായില്ല, പക്ഷെ മുഖത്തൊന്നെല്ലാം ചോര ഇങ്ങനെ കുടുകൂടെ ചാടുകയാണ്. നേരെ വീട്ടിൽ കയറി ചെന്ന അവൻ്റെ അമ്മ ഭയങ്കര കരഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അമ്മയോട് ചൂടാകുക, എന്തോ അതള്ള നിങ്ങൾ കിടന്ന് കരയുന്നത്, നിങ്ങളുടെ കരച്ചിൽ കണ്ട എനിക്ക് ഏതാണ്ട് പറ്റിയെന്ന് തോന്നുമല്ലോ, നിങ്ങളുടെ കരച്ചിൽ കണ്ട എനിക്ക് ഏതാണ്ട് പറ്റിയെന്ന് തോന്നുമല്ലോ എന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇതുപോലെയാണ്, എല്ലാം പറ്റിക്കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല എന്ന നിലയിലാണ് നമ്മൾ പല സമയത്തും ഇടപെടുന്നത്. എന്നാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി, വിവാഹിതരായ വിശ്വാസികൾക്ക്, വിവാഹിതരല്ലാത്തവർക്കും, വിവാഹ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സെമിനാറാണ്. തകർന്നവർക്ക് വേണ്ടിയല്ല, അതിന് മുമ്പുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. പക്ഷേ എന്തുകൊണ്ടിത് ആവശ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് മറ്റൊരിടത്തും സംഭവിക്കാത്തതുപോലെ പ്രീ എക്സ്പീരിയൻസ് ഇല്ലാതെ പ്രവേശിക്കുന്ന ഒരു ജോലിയാണ്. മറ്റ് ഏത് ജോലിയിലേക്ക്, ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യം ചോദിക്കും, പൂർവ്വ പരിചയം ഉണ്ടോ എന്നുള്ളല്ലേ. പൂർവ്വം എന്നാ മുൻകാല പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ കല്യാണത്തിന് തയ്യാറെടുക്കുമ്പോൾ ആരും ചോദിക്കത്തില്ല മുൻകാല പരിചയം ഉണ്ടോ എന്ന്. അപ്പോൾ ഇക്കാര്യത്തിൽ മാത്രം മുൻകാല പരിചയം ഒരു എലിജിബിലിറ്റി അല്ല, ഒരു ഡിസ്ക്വാളിഫിക്കേഷനാണ്, ഇല്ലേ? അപ്പോൾ ഒരു പരിചയവുമില്ലാതെ നേരെ നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു ജീവിതമാണ് വാസ്തവത്തിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇതൊക്കെ നേരത്തെ പഠിപ്പിക്കേണ്ടത്. വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പഠിപ്പിക്കേണ്ടത്, നേരത്തെ പഠിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴെങ്കിലും പഠിക്കണം, ഇല്ലേ? ഈ വിവാഹത്തെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന് ഒരു സൺഡേ സ്കൂളിൽ വെച്ച്, ഒരു സൺഡേ സ്കൂൾ ഇതിനു വേണ്ടി ഇൻസ്പെക്ഷന് വേണ്ടി വരുന്ന ഒരു ഇൻസ്പെക്ടർ ചോദിച്ചു, വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് മാരേജ്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക, പിള്ളേരെല്ലാം. അപ്പം ഒരു പയ്യൻ മാത്രം എണീറ്റ് പറഞ്ഞു, സർ, ദ ബൈബിൾ സേസ് forgive them for they know not what they are doing. അതാണ് മാരേജിനെ കുറിച്ച് എന്താണ് വേദോസ്തി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പം
വിവാഹത്തെക്കുറിച്ച് വേണ്ടത്ര പരിജ്ഞാനമില്ലാതെ എന്താ ചെയ്യുന്നതെന്നറിയാതെ നേരെ മാരേജിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ നമ്മളുടെ യങ് പീപ്പിളിനും അല്ലാത്തവർക്കും ഉണ്ടാകുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു പക്ഷെ അങ്ങനെ ഇല്ലെങ്കിലും അവർ കുടുംബ ബന്ധങ്ങളൊക്കെ കണ്ട് കൂട്ടുകുടുംബങ്ങളിലൊക്കെ വസിക്കുന്നത് കൊണ്ട് ഈ പഴയ കാലത്ത് ഏറ്റവും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലെങ്കിലും നമ്മളുടെ മിക്കവാറും ഉള്ള പ്രശ്നങ്ങളുടെ ഒരു 70% പ്രശ്നങ്ങളെങ്കിലും കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ചിന്ത. കാര്യം ഒരു പ്രതിസന്ധിയിൽ അവരെ ആശ്വസിപ്പിക്കാനോ അവർക്കൊരു നേർവഴി പറഞ്ഞു കൊടുക്കാനോ ആരുമില്ല. ദേ ആർ ഹാൻഡിലിങ് ഇറ്റ് ബൈ ദംസെൽസ്. അവർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം, ഇതിനെക്കുറിച്ചുള്ള വേദപുസ്തകപരമായിട്ടുള്ള ഒരു ടീച്ചിങ് എല്ലാ സഭകളും ഒരുപോലെ അതിനുവേണ്ടി പരിശ്രമിച്ചേ പറ്റുള്ളൂ. നമുക്കൊരു പ്രീമാരിറ്റൽ ക്ലാസ്സസ് പിള്ളേർക്ക് കൊടുത്തു വേണം. വാസ്തവത്തിൽ ഇവരെ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൗൺസിലിംഗ് ക്ലാസ്സസ് ഒക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല, എന്താണ് ദൈവവചനം ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഇന്ന് വന്ന് വിവാഹം എന്ന് പറയുന്നത് ഒരു പേടിയായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പരിധിവരെ ഭയങ്കര പേടിയാണ് കല്യാണം കഴിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും. പിന്നെ ഒരു ഇൻട്രസ്റ്റിനെ കല്യാണം കഴിക്കണമല്ലോ എന്ന് വെച്ച് കല്യാണം കഴിക്കുന്നത്. എന്നാലും മറ്റുള്ള വിവാഹ ബന്ധങ്ങളിലെ കാര്യങ്ങളൊക്കെ ഈ തകർച്ച കാണുമ്പോൾ, ദേവദാസൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഇത് കാണുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് പേടിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരല്ല, ചെറുപ്പക്കാർക്കെല്ലാം ഒരു വലിയ പേടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ ഒരു പേടിയില്ല. ഞാൻ ഒരു സ്റ്റോറി ഇതിനു വേണ്ടി ചിലപ്പം പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഒരു ഗവർണർ ഒരു അസിലം ഈ ഭ്രാന്താശുപത്രി സന്ദർശിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ 3 നിലകളിലായിട്ടാണ് ഭ്രാന്തന്മാരെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ നിലയിലുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം രണ്ടാമത്തെ നിലയിൽ അതിനേക്കാൾ കൂടുതൽ കുഴപ്പമുള്ളവർ, മൂന്നാമത്തെ നിലയിൽ ഏറ്റവും പ്രശ്നമുള്ളവർ. അപ്പോൾ താഴത്തെ നിലയിൽ ഇവരെ പൂട്ടിയിട്ടിട്ടൊന്നുമില്ല. അവർക്ക് കസേര വന്നിരിക്കാം, വേണമെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകാം. അവർ ദേ ആർ ഫ്രീ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ രണ്ടാമത്തെ നിലയിൽ അങ്ങനല്ല, അവർക്ക് അങ്ങനെ പുറത്തൊന്നും പോകാനൊന്നും പറ്റത്തില്ല. അവരെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുറിക്കകത്ത് അവർ ഫ്രീ ആണ്, കെട്ടിടത്തിൽ അവർ ഫ്രീ ആണ്, പക്ഷേ പുറത്തോട്ട് പോകാനായിട്ട് അവർക്ക് അനുവാദമില്ല. മൂന്നാമത്തെ നിലയിൽ അതല്ല, അവരെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് തന്നെയല്ല, കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അവരെ കസേര തന്നെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നാലും അവർ ഈ ഭിത്തിയിലൊക്കെ തലയിട്ടിരിക്കും. അതുകൊണ്ട് ഈ ഭിത്തിയിലൊക്കെ വലിയ റബ്ബർ പാഡൊക്കെ വെച്ചിരിക്കുകയാണ്. കാര്യം ഇല്ലെങ്കിൽ ഇവർ സ്വയം മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ താഴത്തെ നിലയിൽ ആദ്യ ഗവർണർ വന്നപ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ ഒരു കസേര ഇരുന്നുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ലൂലു 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഗവർണർ ചോദിച്ചു, ഇതെന്താ പറ്റി ഇവന്? പറഞ്ഞവൻ ഈ ലൂലു എന്ന് പറയുന്ന പെങ്കൊച്ചുമായിട്ട് ഒരു സ്നേഹത്തിലായിരുന്നു, പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അത് അവനൊരു ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടായി. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്ന് വേണേ പൊക്കോളാൻ പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ നോക്കണമെന്നുള്ളതേ ഉള്ളൂ. ഹീ ഈസ് ഫ്രീ, പക്ഷെ ഒരു ചെറിയൊരു പ്രോബ്ലം. അപ്പോൾ ഇയാൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നിലയിൽ പോയി, അവിടെ ഉള്ളവരെ കണ്ടു. മൂന്നാമത്തെ നിലയിൽ പോയപ്പോൾ ഒരുത്തൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ടിരിക്കുകയും ചെയിനയിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അവനും കരയുന്നത് ലൂലു ലൂലു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉടനെ ഗവർണർ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഈ താഴത്തെ ചെറുക്കന് ഈ ലൂലു എന്ന് പറയുന്ന പെങ്കൊച്ചിനെ കെട്ടാൻ പറ്റാഞ്ഞത് കൊണ്ട് പറ്റിയാണോ? ഇവൻ എന്തിനായി കിടന്ന് കരയുന്നത് എന്ന് പറഞ്ഞു. ഇവൻ ആ ലൂലുവിനെ കെട്ടിയതെന്ന്. കെട്ടാഞ്ഞ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായ സ്റ്റേജ് ഇതാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോർമലി ഉണ്ടാകുന്ന പ്രോബ്ലം ഇതൊക്കെ കണ്ട് മനുഷ്യന്റെ ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് വിവാഹം തന്നെ വേണ്ടാന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇന്നത്തെ പുതിയ തലമുറയുടെ ഒരു ടെൻഡൻസിയാണ് നമ്മളിൽ. എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടമില്ല. വിവാഹം കഴിക്കാതെ ജീവിക്കാനാണ് പലർക്കും ഇഷ്ടം. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഈയിടെ ഒരാൾ പറയുന്നുണ്ട് അമേരിക്കയിൽ ഡിവോഴ്സ് ഇപ്പം വളരെ കുറവാണെന്ന്. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ പെട്ടെന്നൊരു അമേരിക്കയിൽ എന്താ ഡിവോഴ്സ് കുറവ്? അല്ല, അവിടെ കല്യാണം ഇപ്പം നടക്കുന്നില്ല, അതുകൊണ്ടാണെന്ന്. അപ്പോൾ കല്യാണം തന്നെ നടക്കുന്നില്ല. ഞാൻ കൂടുതൽ സമയം ആഫ്രിക്കയിലാണ് ഇപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. മൊസാംബിക് എന്നുള്ളൊരു കൺട്രിയാണ്. ഈ മൊസാംബിക്കിലെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി 2-3 പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ പെതിയെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിക്കണോ വേണ്ടായോ എന്നുള്ളത്. എന്നെ ഒരാളൊരു കല്യാണത്തിന് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വിവാഹം കഴിഞ്ഞ് ഇവർ രണ്ടുപേരോട് ബൊക്കെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു ഓടി ചെന്നപ്പം ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മണവാളനും മണവാട്ടിയും ഈ കൊച്ചിനെ മാറി ഒരു തുമ്മ വെക്കുക. ഇപ്പം ഞാൻ ചോദിച്ചു, ഈ കൊച്ചേതാ? അവരുടെ തന്നെയാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, അപ്പൻ പപ്പായുടെ മമ്മിയുടെ കല്യാണത്തിന് നീ എവിടെ ആയിരുന്നു? അപ്പോൾ ഞാൻ ചിന്തിക്കും, ആഫ്രിക്കയിലെ പിള്ളേർക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, അപ്പൻ്റെ അമ്മയുടെ കല്യാണം കൂടാനുള്ള
ഭാഗ്യമുണ്ട് എന്നിങ്ങനെ പറയുണ്ടായി. അപ്പോൾ വിവാഹം തന്നെ ഇഷ്ടമില്ലാത്ത, വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ഈ ആഫ്രിക്കയിലെ പല കല്യാണങ്ങളും നടക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള മറ്റ് പേപ്പേഴ്സൊക്കെ വേണ്ടപ്പോഴാണ്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക്, അതായത് ഇപ്പം ലൈക്ക് ഇൻഷുറൻസ് വേണമെങ്കിൽ, ഇൻഷുറൻസിൻ്റെ നോമിനി ആകണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റേഷൻ ഇടട്ടെ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അമേരിക്കയിലും ഇപ്പോൾ വന്ന ആ ഒരു സംസ്കാരം നമ്മുടെ മെട്രോ സിറ്റീസിലെല്ലാം അതുപോലെയുള്ള ഒരു സംസ്കാരം വന്നിരിക്കുകയാണ്. ഈവൻ സുപ്രീം കോടതി അടുത്ത സമയത്ത് ഒരുമിച്ച് ജീവിക്കുക, വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നതിന് പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിലുള്ള വിധികളുമൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്നതായ ഒരു സന്ദർഭം ഉണ്ടായിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ വിവാഹത്തിൻ്റെ ആ പാവനത നഷ്ടപ്പെടുന്നതായ ഒരു സ്റ്റേജ്. കാര്യം വിവാഹത്തെക്കുറിച്ച്, വിവാഹം കഴിക്കാനുള്ള ആവേശമല്ല, വിവാഹം കഴിക്കാതെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. മാരേജിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, മാരേജ് ഈസ് എ സർക്കസ് ബിറ്റ്വീൻ 3 rings. ഇറ്റ് ഈസ് എൻഗേജ്മെന്റ് റിംഗ്, വെഡിങ് റിംഗ് ആൻഡ് ഫൈനലി സഫറിങ്. അപ്പം ആദ്യം എൻഗേജ്മെന്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വെഡിങ് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞാൽ അത് 2 റിംഗ് ഉണ്ട്, എൻഗേജ്മെന്റ് റിംഗ്, വെഡിങ് റിംഗ് ആൻഡ് ഫൈനലി സഫറിങ്. അപ്പോൾ ഈ 3 റിങ്ങിൽ കിടന്നുള്ള കളിയാണ് കല്യാണമെന്ന് ഒരാളിങ്ങനെ പറയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള ഒരു പ്രതിസന്ധി, എന്തോ ഒരു കലാമിറ്റി എന്ന നിലയിലാണ് കാണുന്നത്. ഒരു വല്ലാത്തൊരു കലാമിറ്റി, ഒരു ദുരന്തത്തിലേക്ക് ചെന്ന് ചാടുന്നത് പോലെ. ഈ അടുത്ത സമയത്ത് മറ്റൊരു നല്ലൊരു തമാശ ഞാൻ കേട്ടത്, എനിക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ രസമായിട്ട് തോന്നുന്നുണ്ട്. ഒരാളുടെ ഒരു കഥയാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങളെന്നെ ആദ്യം കാണാൻ വന്നപ്പോൾ ഞാൻ ഉടുത്തിരുന്ന സാരിയുടെ കളർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെണ്ണുങ്ങൾ അതൊക്കെയാണല്ലോ ചോദിക്കുന്നത്. ഇവൻ പറഞ്ഞതെന്നറിയാമോ, എൻ്റെ എടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാൻ പോകുമ്പോൾ വേണാടാണോ പരശുരാമാണോ വല്ലതും നോക്കാറുണ്ടോ? ഞാനിതൊന്നും നോക്കിയൊന്നുമില്ല, ഏതാണെങ്കിലും കേട്ടാൻ തീരുമാനിച്ചു. കാര്യം വിവാഹത്തെ ഈ ഒരു രീതിയിൽ ഒരു കലാമിറ്റി എന്ന നിലയിൽ കാണുന്ന ഒരു സ്റ്റേജ്. വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നതിന് പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിലുള്ള വിധികളുമൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്നതായ ഒരു സന്ദർഭം ഉണ്ടായിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ വിവാഹത്തിൻ്റെ ആ പാവനത നഷ്ടപ്പെടുന്നതായ ഒരു സ്റ്റേജ്. കാര്യം വിവാഹത്തെക്കുറിച്ച്, വിവാഹം കഴിക്കാനുള്ള ആവേശമല്ല, വിവാഹം കഴിക്കാതെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. മാരേജിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, മാരേജ് ഈസ് എ സർക്കസ് ബിറ്റ്വീൻ 3 rings. ഇറ്റ് ഈസ് എൻഗേജ്മെന്റ് റിംഗ്, വെഡിങ് റിംഗ് ആൻഡ് ഫൈനലി സഫറിങ്. ഒരു സ്റ്റോറി ഉണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യനിങ്ങനെ ഒരു മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോൾ പെട്ടെന്ന് അയാളൊരു ശബ്ദം കേട്ടു, സ്റ്റോപ്പ്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ നോക്കുകയും 1 സെക്കൻഡിനകം മോളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഉരുണ്ട് വന്ന് ഇയാളുടെ മുന്നേ വന്നു വീണു. അപ്പോൾ ഇയാൾ ചിന്തിച്ചു, എടാ ഈ ശബ്ദം കേട്ട് ഞാൻ ഒന്നും നിന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ തലയിലായിരുന്നേനെ ഈ പാറക്കല്ല് വന്ന് വീഴുന്നത്. അപ്പോൾ ഇവൻ ചോദിച്ചു, ഹു ആർ യു? നീ ആരാ? അവൻ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവൻ പിന്നെ നടന്നൊരു ക്രോസ് റോഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പിന്നെ ഈ ശബ്ദം കേട്ടു, സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ കൂട്ടത്തിൽ പെട്ടെന്ന് ബ്രേക്ക് പൊട്ടി ഒരു വാൻ ഫാസ്റ്റായിട്ട് പോവുക. അപ്പോൾ ചിന്തിച്ചടാ, ഇത് കേട്ട് ഞാനിവിടെ നിന്നില്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കര കഷ്ടമായി പോയി, എൻ്റെ മണ്ടയിൽ കൂടി ഇത് കയറി. എന്നാലും ഇത് ആരാ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അവൻ ചോദിച്ചു, ഹു ആർ യു? ഉടനെ ഇവനൊരു ശബ്ദം കേട്ടു, ഞാൻ നിന്റെ ഗാർഡിയൻ ഏഞ്ചലാണ്, നിന്റെ കാവൽ മാലാഖയാണ്. എന്ന് ചോദിച്ചാൽ എന്താ നിന്റെ ജോലി? അപകടങ്ങൾ വരുമ്പോൾ മുന്നറിയിപ്പ് നൽകാനായിട്ട് ദൈവം എന്നെ നിന്റെ കൂടെ വിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റത്തില്ല. എനിക്കൊരു ചോദ്യമുണ്ട്, അതിന് ഉത്തരം പറയാമോ? ആ ശരി, ചോദിച്ചു. അപകടങ്ങൾ വരുമ്പോൾ അതിനു മുമ്പ് മുന്നറിയിപ്പ് നൽകാനാണ് നീ എന്നെ വിട്ടതെങ്കിൽ എൻ്റെ കല്യാണത്തിന്റെ സമയത്ത് നീ എവിടെ ആയിരുന്നെന്ന്. അപ്പം വിവാഹം എന്ന് പറയുന്നത് എന്തായിട്ടാണ്? ഒരു കലാമിറ്റി എന്ന നിലയിലാണ് പല സമയത്തും ആളുകൾ കാണുന്നത്. ഒരു പക്ഷേ ആളുകൾ പറയുന്നത്, എടാ ഇതല്ല ഒരു വിധിയാ. ഇപ്പൊ വിശ്വാസികൾ പോലും പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എൻ്റെ എടാ വിധിയാ ഇതെല്ലാം, അല്ലേ? അങ്ങനെ വിധിയാണോ? ഒരു ചൈനീസ് പ്രോവർബ് ഇങ്ങനെ പറയാറുണ്ട്, ഈ രാവിലത്തെ കട്ടൻ കാപ്പി ശരിയായില്ലെങ്കിൽ അന്നത്തെ ദിവസം നഷ്ടപ്പെട്ടു. ഒരു വർഷം മഴ കിട്ടിയില്ലെങ്കിൽ ആ വർഷത്തെ കൃഷി പോയി. വന്നു കയറുന്ന പെണ്ണ് ശരിയായില്ലെങ്കിൽ അവൻ്റെ ജീവിതവും പോയി. അപ്പം ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല എന്നുള്ള നിലയിലാണ് ഒരു ചൈനീസ് പ്രോവർബ്. ഇതിലൊരു മറുവശമുണ്ട്. രാവിലെ നല്ലൊരു കട്ടൻ കാപ്പി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം വന്ന് രക്ഷപ്പെട്ടു. നല്ലൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ എന്താ, കൃഷിയും ശരിയായി. വന്നു കയറുന്ന പെണ്ണ് ശരിയാണെങ്കിൽ അവൻ്റെ ജീവിതവും ശരിയായി. അങ്ങനെ ജീവിതം ശരിയായ ഒത്തിരി പേരുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ജീവിതം പോയവരുമുണ്ട്, ജീവിതം ശരിയായവരുമുണ്ട്. പക്ഷെ ഇവിടുത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വിധി എന്ന നിലയിൽ നമ്മൾ കാണുകയാണ്. അതൊരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല. വിവാഹം എന്ന് പറയുന്ന ഒരു വിധിയല്ല, അതൊരു ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും. അതുകൊണ്ട് വിശ്വാസികൾ പോലും ഇത് പറയുന്നത് കേട്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു വിധിയാണെന്ന് വേദോസം പറയുന്നില്ല. എങ്ങനെയെങ്കിലും പറ്റിയാൽ ശരിയാകുന്നെങ്കിൽ ശരിയാകട്ടെ, ഒരു ചാൻസ് എടുക്കുകയല്ല.
സോക്രട്ടീസ് പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ഓൾ യങ് മെൻ ഗെറ്റ് മാരീഡ്, ഇഫ് യു ഗെറ്റ് എ ഗുഡ് വൈഫ് എൻജോയ് യുവർ ലൈഫ്. എല്ലാ യുവാക്കളുമേ പോയി കല്യാണം കഴിക്കുക, നല്ലൊരു ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. ഈവൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് എ ഗുഡ് വൈഫ്, ഡോണ്ട് വറി, യു ക്യാൻ ബിക്കം എ ഫിലോസഫർ. നിനക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് നല്ലൊരു ഫിലോസഫർ ആകാം. സോക്രട്ടീസ് ഒരു ഫിലോസഫർ ആയിരുന്നു, അതിന്റെ കാരണം ഇപ്പം മനസ്സിലായല്ലോ. പിന്നെ ഞാനൊരു ഫിലോസഫർ അല്ലെന്നും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഒരു വിധി എന്ന നിലയിൽ ഇതിനെ കാണുന്നത് ശരിയല്ല. ഇത് ദൈവികമായ ഒരു പദ്ധതിയാണ്. വേറൊരാൾ പറഞ്ഞത്, പണ്ടത്തെ ഒരു പ്രോവർബ, വാട്ട് ഈസ് എ സക്സസ്ഫുൾ ലൈഫ്, ഒരു സക്സസ്ഫുൾ ലൈഫ് എന്താണെന്നുള്ളതിന് ഒരാൾ പറഞ്ഞത്, എ മാൻ വിത്ത് എൻ അമേരിക്കൻ സാലറി ആൻഡ് വിത്ത് ഹൂ ഹാസ് എ ജർമ്മൻ കാർ ആൻഡ് എ ബ്രിട്ടീഷ് ഹോം ആൻഡ് ചൈനീസ് ഫുഡ് ആൻഡ് എൻ ഇന്ത്യൻ വൈഫ്. ഇന്ത്യൻ വൈഫിനെ കുറിച്ച് എന്താ, ഭാരതത്തിലെ സ്ത്രീകൾ, ഭാരതത്തിലെ വിവാഹത്തെക്കുറിച്ചൊക്കെ എല്ലായിടത്തും ഭയങ്കര അഭിമാനപൂർവ്വം പറയാറുണ്ട്. അപ്പം അവർ പറഞ്ഞത്, അമേരിക്കൻ സാലറിയും, ഇന്നിപ്പോൾ അങ്ങനൊന്നുമില്ല, ഇന്നിപ്പോൾ ഇന്ത്യൻ സാലറി മോശമൊന്നുമല്ല, അമേരിക്കൻ സാലറിയും, കാര്യം അന്ന് അമേരിക്കയിലായിരുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യൻ സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം. പിന്നെ ജർമ്മൻ കാർ, ഏറ്റവും നല്ല കാർ ഇറക്കുന്നത് ജർമ്മനിയാണ്. പിന്നെ ബ്രിട്ടീഷ് ഹോംസ്, ഒന്നതരം വീടുകളാണ്, നല്ല സുഖമായ വീടുകളാണ് അവർ പണിയുന്നത്. ചൈനീസ് ഫുഡ്, അല്ലേ, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, ആൻഡ് ആൻ ഇന്ത്യൻ വൈഫ്. ഇതാണ് സക്സസിന്റെ ഒരു പര്യായമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യന്റെ ഫെയിലിയർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ മാൻ വിത്ത് ആൻ ഇന്ത്യൻ സാലറി വിത്ത് ജർമ്മൻ ഫുഡ്, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ജർമ്മൻ ഫുഡ്, ആൻഡ് ചൈനീസ് ഹോംസ്, ചൈനക്കാരൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂനാച്ചിപ്പലകൾ പോലുള്ള പേരകളാണ്, ആൻഡ് ചൈനീസ് ഹോംസ് ആൻഡ് ആൻ അമേരിക്കൻ വൈഫ്. അതാണ് ഏറ്റവും പ്രതിസന്ധി പോലെ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഇത് ഒരു യാഥാർത്ഥ്യമല്ല. ഇന്നിപ്പോൾ ഒരു ഇന്ത്യൻ വൈഫ് എന്ന് പറഞ്ഞാലും ഇന്ത്യൻ സാലറി മോശമല്ല, പക്ഷേ ഇന്ത്യൻ വൈഫ്സ് മോശമായി തുടങ്ങി എന്ന് നമ്മൾ എന്തോ ഒക്കെ സമ്മതിച്ച് തുടങ്ങേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? ഇപ്പോഴ് ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് എവറിവെയർ ദ സാലറി ഈസ് ഇൻക്രീസിങ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് എ വൈഫ് ഓർ ഫാമിലി ലൈഫ്. ഒരു വൈഫ് എന്നൊന്നും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഫാമിലി ലൈഫ്, ഐ എം നോട്ട് ഹിയർ ടു ബ്ലെയിം ദ വൈഫ്സ്, ദ ഫാമിലി ലൈഫ്, കുടുംബ ജീവിതത്തിന്റെ ക്വാളിറ്റി ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് സാലറി എല്ലായിടത്തും വർദ്ധിക്കുന്നുണ്ട്, ഒരുപോലെ ആകുന്നുണ്ട്. കുടുംബജീവിതത്തിന്റെ ക്വാളിറ്റി എല്ലായിടത്തും ഒരുപോലെ കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതല്ല റിയൽ ആയിട്ടുള്ള സക്സസ്. എന്താണ് റിയൽ ആയിട്ടുള്ള സക്സസ് എന്നുള്ളത് വേദോത്സവം പഠിപ്പിക്കുന്നത് പ്രോവേർബ്സിലാണ്. 31 സദൃശവാക്യങ്ങൾ 31 അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 10ാമത്തെ വാക്യം, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അത് അവിടെ പറയുന്ന സാമർത്ഥ്യമുള്ള ഭാര്യ, സാമർത്ഥ്യമുള്ള ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് എ ഗുഡ് വൈഫ്, അല്ലാതെ എന്താണ് നമ്മൾ കാണുന്ന എന്തുവാ മിടുക്കത്വം കാണിക്കുന്ന, നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എന്താ, അവളൊരു സാമർത്ഥ്യക്കാരിയാണ്. പല വാക്കുകളുടെയും അർത്ഥം നമ്മൾ ആ രീതിയിൽ കാണുന്നില്ല. ഒരു സാമർത്ഥ്യക്കാരിയാണ് എന്നുള്ള അർത്ഥത്തിലല്ല പ്രത്യുത എന്താണ് എ ഗുഡ് വൈഫ്. അതാണ് ഒരു വലിയൊരു ഇത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, അവളുടെ ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു. വിശ്വസിക്കുന്നു പറയുമ്പോഴത്തേക്ക് അവൾ തെറ്റിപ്പോകത്തില്ലെന്നുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. അത് മാത്രമല്ല, ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദെയർ. അവളുടെ ചാരിത്രത്തിലുള്ള വിശ്വാസമല്ല, അവളുടെ എബിലിറ്റീസിലും അവളുടെ ഇന്റഗ്രിറ്റിയിലുള്ള വിശ്വാസം അവിടെ പറയുന്നത്. അവളുടെ കഴിവുകളിലും അവളുടെ സാമർഥ്യം എന്ന് അവൾ ഉദ്ദേശിക്കുന്നത് അവൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിലും, അവളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ, ഭവനം ഏൽപ്പിച്ചിട്ട് അവൻ എവിടെയെങ്കിലും പോകാം, ഒരു പ്രശ്നമില്ല. ആ കുടുംബത്തെ കൃത്യമായി ദൈവികമായി, പിന്നീട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം, ദൈവികമായി ആ ഭവനത്തെ നടത്തുവാൻ എൻ്റെ ഭാര്യ കേപ്പബിൾ ആണെന്നുള്ള ട്രസ്റ്റ് അവിടെ പറയുന്നത്. ഈ വേദോസം പഠിക്കുമ്പോൾ അവളുടെ ഹൃദയം, അവൻ അവളെ വിശ്വസിക്കുന്നു പറയുമ്പോഴത്തേക്ക് അവളുടെ ചാരിത്രം മാത്രമല്ല അവിടുത്തെ വിഷയം. She is God-fearing and she will look after my family according to the law of the Bible എന്ന് പൂർണ്ണമായി വിശ്വാസമുള്ളൂ ഒരു ഭാര്യയോടുള്ള വിശ്വാസം. അതാണ് വാസ്തവത്തെ സാമർഥ്യം എന്ന് പറയുന്നത്. എ ഗുഡ് വൈഫ്, അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്കിൻ്റെ എ ഗുഡ് വൈഫ് ഹു ക്യാൻ ഫൈൻഡ് ഷീ ഈസ് ഫാർ മോർ പ്രഷ്യസ് ദാൻ ജുവൽസ്. ദ ഹാർട്ട് ഓഫ് ഹെർ ഹസ്ബൻഡ് ട്രസ്റ്റ് ഇൻ ഹെർ ആൻഡ് ഹി വിൽ ഹാവ് നോ ലാക്ക് ഓഫ് ഗെയിൻ. അവന് ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഭവനം പണിയാനായിട്ട് വേദോസം പഠിപ്പിക്കുന്നതാണ്. റൂത്തിനെ കുറിച്ച് അവിടെ പറയുന്ന സമയത്ത് എന്താണ്, നമ്മുടെ മാതാമഹികളായ റേച്ചലിനെ കുറിച്ചും ലേയെക്കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് അവിടെ പറയുന്നത്, അവരല്ലോ ഇസ്രായേൽ ഗൃഹം
പണിതത്. ഇസ്രായേൽ ഗൃഹം പണിതത് ആരല്ല? അബ്രഹാമും ഇസഹാക്കും യാക്കോബുമല്ല. അല്ലെങ്കിൽ യാക്കോബ് അല്ല ഇസ്രായേൽ ഗൃഹം പണിതത്. ആരാണ് പണിതത്? ഇറ്റ് ഈസ് ദർ വൈഫ്സ്, അവരുടെ ഭവനം. അപ്പോൾ ഭവനം പണിയാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് സ്ത്രീകളെ. പുരുഷന്മാരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുന്നുണ്ട്. ആരും അത്രയങ്ങ് ഈസി ആയിട്ടൊന്നും ഇരിക്കണ്ട, വരുന്നേ ഉള്ളൂ. വടിയെടുക്കാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. സദൃശ്യവാക്യങ്ങൾ അവസാനിപ്പിക്കുന്നത് ഭക്തയായ ഒരു ഭാര്യയെ പ്രശംസിച്ചുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പ്രോവർബ്സ് വളരെ എക്സലന്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഒരു തകിട് പുസ്തകമാണ്. നമ്മൾ തകിട് സാധനം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പുസ്തകമാണ്. വേദപുസ്തകത്തിലെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന പുസ്തകമാണ് പ്രോവർബ്സ് എന്ന് പറയുന്നത്. 31 അധ്യായങ്ങളാണ് ഉള്ളത്. ദ ബെസ്റ്റ് വേ ഞങ്ങൾ പലപ്പോഴും വീട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എവറി ഡേ നിങ്ങൾ ഒരു മാസം എത്തുന്ന 31 ദിവസമുള്ള ഒരു മാസം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എവറി ഡേ റീഡ് 1 chapter എ ഡേ. സോ എക്സൈറ്റിംഗ് ആണ്. എന്തുമാത്രം നല്ലൊരു ബുക്കാണെന്നറിയാമോ? എന്നാൽ അത് അവസാനിപ്പിക്കുന്നത്, ഈ 31ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് ഭക്തയായ ഒരു സ്ത്രീയെ പ്രശംസിച്ചുകൊണ്ടാണ്. ഈ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം കുടുംബത്തെ വളരെ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അതർ റിലീജിയസ് ബുക്സ്. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? വേദപുസ്തകത്തിൽ ദൈവഭക്തിയുടെ ആരാധനയുടെ പ്രത്യേകതകളോ മറ്റുള്ള കാര്യങ്ങളോ മാത്രം പഠിപ്പിക്കുന്ന, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം പഠിപ്പിക്കുന്ന, എങ്ങനെ ഉപവാസം എടുക്കണമെന്ന് മാത്രം പഠിപ്പിക്കുന്ന പുസ്തകമൊന്നുമല്ല. വേദപുസ്തകം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ജീവിതത്തിലെ ഓരോ അനുദിനമായ കാര്യങ്ങൾ, അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും വിശദമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം. ഞാൻ ഈ വേദപുസ്തകത്തിന്റെ ഫാമിലിയെ കുറിച്ചുള്ള ആ ഒരു എംഫസിസ് മനസ്സിലാക്കാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. കുടുംബം ആരാ ഉണ്ടാക്കിയത്? ആരുടെ ഡിസൈനാണ് കുടുംബം? മനുഷ്യന്റെ ഡിസൈൻ അല്ല കുടുംബം. ആരുടെ ഡിസൈനാണ്? ദൈവത്തിന്റെ ഡിസൈനാണ്. ഗോഡ് ഈസ് എ ഫാമിലി മേക്കർ. അത് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം മുഴുനീള വിവാഹത്തെ പരാമർശിക്കുന്നുണ്ട്. ഞാൻ ചില ഭാഗങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. ഒന്നാമത്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ മാരേജ് സ്റ്റോറി. വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു വിവാഹ കഥ, ആദാമിന്റെയും ഹവ്വയുടെയും വിവാഹ കഥ, ആ അനുഭവത്തെ വിവരിച്ചുകൊണ്ടാണ് വേദപുസ്തകത്തിന്റെ 1ാമത്തെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നത്. 2, തലമുറകളെ വിവരിക്കുമ്പോൾ, ജീനിയോളജി പറയുമ്പോൾ നമ്മളൊക്കെ ഒരു വ്യക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. എന്നെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം എഴുതുകയാണ്, എന്നെക്കുറിച്ച് ഒരാൾ പുസ്തകം എഴുതുകയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു പുസ്തകം എഴുതുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചീവ്മെന്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമല്ല മിക്കതിനകത്തും, അതൊരു ഫാക്റ്റാ. പക്ഷേ നമ്മുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ പറയുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നമ്മൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെൻഷൻസ്, നമ്മളുടെ ബിസിനസ്, അല്ലെങ്കിൽ നമ്മുടെ ജോലി, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് നമ്മുടെ അച്ചീവ്മെന്റ്സ് ആയിട്ട് പറയുന്നത്. പക്ഷെ വേദപുസ്തകം ജീനിയോളജി പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മക്കളുടെ പേര് പറഞ്ഞ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാഹാത്മ്യങ്ങളുണ്ട്. പക്ഷെ അബ്രഹാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ജീനിയോളജി പറയുമ്പോൾ വലിയൊരു അച്ചീവ്മെന്റ് പറയുകയാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ദാറ്റ് മീൻസ് ദൈവം കുടുംബത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഏത്? God is giving that much importance to family. So interesting. That much importance to the family. ഇനി ഈ ഫാമിലി, ഈ വേദപുസ്തകം ഓരോ പാട്രിയാർക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഗോത്രപിതാക്കന്മാര്, അബ്രഹാമിനെയോ ഇസ്ഹാക്കിനെയോ യാക്കോബിനെയോ അതുപോലെ പിന്നീടുള്ള വിശ്വാസ വീരന്മാരായ ആളുകളെയോ ഒക്കെ വിവരിക്കുന്നതായ സമയത്ത് പുരുഷന്മാരായ ആളുകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ആണോ? അല്ല. അവരുടെ വീരകഥകളോ അവർ പോയി യുദ്ധം ചെയ്തതോ ഒന്നുമല്ല പറയുന്നത്. അവരുടെ കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യവും, അല്ലെങ്കിൽ ആ കുടുംബ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വിവരിച്ചുകൊണ്ടാണ്. കാര്യം എന്നറിയാമോ? വേദപുസ്തകം കുടുംബത്തിന് അത്രയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഒരു രൂപകാലങ്കാരത്തിലാണത് വാസ്തവത്തിൽ വിവരിക്കുന്നത്.
പല സമയത്ത് ഈവൻ എസെക്കിയേലിനും മറ്റും ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും God calls himself as the husband of the church of Israel. ഇസ്രായേലിയ സഭയുടെ ഭർത്താവ് എന്ന നിലയിലാണ് ദൈവം തന്നെ പരിചയപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്നത്. അതുപോലെ ഉത്തമഗീതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഉത്തമഗീതം ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഒരു ആഴം ശരിയായ നിലയിൽ വിശദീകരിക്കുകയാണ്. അത് തന്നെയല്ല, അത് യേശുവും സഭയുമായുള്ള ബന്ധത്തിന്റെ ഒരു ചിത്രീകരണമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ദാറ്റ് മീൻസ് കുടുംബ ബന്ധം, ഫാമിലി റിലേഷൻഷിപ്പ് വേദവസം വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു ഭൂമിയിൽ ജീവിച്ച സമയത്ത് അവൻ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. നോക്ക്, അവൻ ആദ്യത്തെ അടയാളം ചെയ്യാൻ തിരഞ്ഞെടുത്തത് ഒരു വിവാഹ ഭവനമാണ് എന്നുള്ളത് രസകരമായിരിക്കുന്നു. ഇനി അത് തന്നെയല്ല, കല്യാണ വിരുന്നിന്റെ ഉപമകൾ തന്നെ എത്രയോ പ്രാധാന്യത്തോടുകൂടെ യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പല ഉപമകളും എന്താണ്? വിവാഹത്തിൻ്റെയും വിരുന്നിൻ്റെയും മറ്റും ഉപമകളാണ്. അതുപോലെ സ്വർഗീയ വിരുന്നിൽ കല്യാണ വസ്ത്രം ധരിക്കാതിരുന്ന വ്യക്തിയെ പുറത്താക്കുന്ന നമ്മൾ കാണുന്നത്. ആ പ്രാധാന്യം ഞാൻ പറയുകയാണ്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇനി ബൈബിൾ അവസാനിക്കുമ്പോഴും കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ റെവലേഷൻ വരെയുള്ള ഏത് ഭാഗം വായിച്ചാലും ഫാമിലിയുടെ പ്രാധാന്യം വളരെ എംഫസൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗാഡ് ഈസ് ദ ഫാമിലി മേക്കർ. അത് ദൈവമാണ് കുടുംബത്തെ ഉണ്ടാക്കുന്നത്. ദൈവം കുടുംബത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ, ദൈവം നമ്മുടെ കുടുംബത്തെ ഉണ്ടാക്കാൻ ദൈവത്തെ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഗ്യാരൻറ്റീഡാണ്. ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പം ഈ ചൈന സാധനങ്ങൾ ഒത്തിരി വഴിയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. ഈ വഴിയിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ഭയങ്കര ചീപ്പായിരിക്കും. 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വാച്ച് കിട്ടിയെന്നിരിക്കും. 25 വേണ്ടാന്ന് തോന്നുന്നു. അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് വാച്ച് കിട്ടും. നമ്മൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, നല്ല വാച്ചിനേക്കാളും രസമായിരിക്കും. പക്ഷേ 25 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് 5 മണിക്കൂർ പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. അതും കൊണ്ട് തിരിച്ച് നിങ്ങൾ ആ വഴിക്കടയേക്കാളിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അന്നേരം വഴിക്കട തന്നെ കാണണമെന്നില്ല, ഇല്ലേ? അത്രേ ഉള്ളൂ, അതിന് ഗ്യാരൻറ്റി ഇല്ല, റൈറ്റ്? എന്നാൽ ടൈറ്റൻ്റെയോ അല്ലെങ്കിൽ വെസ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയുടെ വാച്ചാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിനൊരു ഗ്യാരൻറ്റി ഉണ്ട്. അതിനിടയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെന്നിട്ടത് ശരിയാക്കി തരാനായിട്ട് പറ്റും. അതുപോലെ ഇഫ് ഗാഡ് ഈസ് ദ ഫാമിലി മേക്കർ, ദൈവമാണ് കുടുംബത്തെ പണിയുന്നതെങ്കിൽ തീർച്ചയായും അത് ഗ്യാരൻറ്റീഡ് ആയിരിക്കും. ദൈവത്തെ പണിയാൻ ഏൽപ്പിക്കണം. നമ്മൾ പലപ്പോഴും പണിയാൻ ഏൽപ്പിക്കുന്നത് ആരെയാ? മനോരമക്കാരനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഗുഡ് ന്യൂസിനെ ഏൽപ്പിക്കും. അവരെ കാണിച്ചു തരുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരിക്കും, പക്ഷേ യോജിപ്പിക്കാൻ അവർക്ക് കഴിയത്തില്ല. അവർ കാണിച്ചു തരട്ടെ, യോജിപ്പിക്കാൻ പറ്റത്തില്ല. യോജിപ്പിക്കുന്ന ആരായിരിക്കണം? ദൈവമായിരിക്കണം. ഇനി ബ്രോക്കർ പാസ്റ്ററെ യോജിപ്പിച്ചാലും ശരിയാകത്തില്ല. മനോരമയൊക്കെ പോട്ടെ, കാണിച്ചു തരുന്നത് നല്ല കാര്യമാണ്, പക്ഷെ യോജിപ്പിക്കുന്നത് എപ്പോഴും ആരായിരിക്കണം? ദൈവമായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റുകയുള്ളൂ. ദൈവം നമ്മളെ യോജിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. ദൈവത്തിൻ്റെ ആ യോജിപ്പ്, അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം, എങ്കിലും ഞാനത് പറഞ്ഞു പോവുകയാണ്. ദൈവമാണ് കുടുംബത്തിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ മെയ്ക്കർ. അവനാണ് കുടുംബത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്ന 120 പറയുന്നത്, യഹോവ ഭവനം പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. നമ്മൾ ഏത് കാര്യവും ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള, എന്നാൽ ഗ്യാരൻറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് അതുപോലെ തന്നെ ഒരു പ്രാധാന്യമുണ്ട്. ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു ഓപ്പറേറ്റേഴ്സ് മാനുവൽ കിട്ടാറുണ്ട്. ആ മാനുവൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സാധനം ഉപയോഗിക്കുമ്പോഴാണ് ഗ്യാരൻറ്റി നിലനിൽക്കുന്നത്. ഇതേപോലെ ദൈവം കുടുംബം പണിയാൻ ഏൽപ്പിച്ചാലും അല്ലെങ്കിൽ ദൈവം കുടുംബത്തെ പണിതാലും ആ കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിനെ കുറിച്ചുള്ള ദൈവിക നിയമങ്ങളുടെ ഒരു മാനുവലൂടെ അവൻ അതിൻ്റെ കൂട്ടത്തിൽ തരുന്നുണ്ട്. ആ മാനുവൽ അനുസരിച്ച് പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. ആ ഓപ്പറേറ്റേഴ്സ് മാനുവൽ അനുസരിച്ച്, ദൈവത്തിൻ്റെ റൂൾ അനുസരിച്ച് കുടുംബത്തെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ദൈവം കുടുംബം യോജിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന് കുടുംബത്തെക്കുറിച്ച് ചില നിയമങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. അതനുസരിച്ച് പോയാൽ ഒരിക്കലും ഫാമിലി ബ്രേക്കപ്പ് ഉണ്ടാകത്തില്ല. അത് വിശ്വാസികൾക്ക് മാത്രമുള്ള റൂളല്ല, എല്ലാവർക്കും ഉള്ള റൂളാണ്. കാര്യം വേറെ ആരും യോജിപ്പിക്കുന്നില്ല, ദൈവമാണ് യോജിപ്പിക്കുന്നത്. എല്ലാ ഫാമിലിയാണോ അതനുസരിച്ച് പോകാൻ. ദൈവം ഇല്ലാത്തവനും ഒരു റൂളേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ നിയമമാണ്. ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് പോകുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവം വീടു പണിയാതിരുന്നാൽ പണിയുന്നവർ
വൃഥാ അധ്വാനിക്കും. ദൈവം പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കും. ദൈവം വീടു പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. ദൈവം പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കും. രാത്രിയാമങ്ങളിൽ നാഥനെ കൂടാതെ തണ്ടുവലിച്ചവർ പറയുന്നു. രാത്രിയാമങ്ങളിൽ നാഥനെ കൂടാതെ തണ്ടുവലിച്ചവർ പറയുന്നു. നാഥ ഞങ്ങൾ നശിച്ചിടുന്നു, ഞങ്ങൾക്കാരുമില്ലെന്നോ. നാഥ ഞങ്ങൾ നശിച്ചിടുന്നു, ഞങ്ങൾക്കാരുമില്ലെന്നോ. കടലിന്റെ ഉടയവൻ കാറ്റിനെ ശാസിച്ചു, കടലോടടങ്ങാൻ കൽപ്പിച്ചു. കടലിന്റെ ഉടയവൻ കാറ്റിനെ ശാസിച്ചു, കടലോടടങ്ങാൻ കൽപ്പിച്ചു. കൽപ്പന കേട്ടു കാറ്റമർന്നു, പടകിൽ ശാന്തത കൈവന്നു. കൽപ്പന കേട്ടു കാറ്റമർന്നു, പടകിൽ ശാന്തത കൈവന്നു.